ഈ കാന്താര സിനിമയിലെ ദൈവക്കോലത്തിന്റെ ഐക്കോണിക് ആയിട്ടുള്ള റോർ സൗണ്ടിൽ ഈ സൗണ്ട് ഒരു മനുഷ്യന്റെ മൃഗത്തിന്റെ സൗണ്ട് അല്ലാന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? ഈ സൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മാസ്റ്റർ മൈൻഡ് ഒരു മലയാളിയാണെന്ന് നിങ്ങൾക്കറിയോ? നമുക്ക് ആ കാര്യം നോക്കാം. MR രാജകൃഷ്ണൻ എന്ന് പറയുന്ന സൗണ്ട് ഡിസൈനറാണ് ഇതിന്റെ പിന്നിൽ. പുള്ളി തന്നെയാണ് കാന്താര 1ഉം 2ഉം എല്ലാം ചെയ്തിരിക്കുന്നത്. പുള്ളി നമ്മുടെ MG രാധാകൃഷ്ണന്റെ മകനാണ്, സംഗീതജ്ഞൻ. ഒരുപാട് സ്റ്റേറ്റ് അവാർഡ്സും നാഷണൽ അവാർഡ്സും ഒക്കെ സൗണ്ട് ഡിസൈനിന് കിട്ടിയിട്ടുള്ള ആളാണ് ഈ MR രാജകൃഷ്ണൻ. ഈ ഭക്തനെ പഞ്ചുരുളി ആവേശിക്കുമ്പോഴാണ് ഈ ഐക്കോണിക് റോർ സൗണ്ട് വരുന്നത്. അപ്പോൾ രാജകൃഷ്ണന്റെ ടീമിന്റെ ചലഞ്ച് എന്തായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ള സൗണ്ടുകളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. വളരെ ഡിവൈനായിട്ടുള്ള, അതേ സമയത്ത് തന്നെ ഒരുപാട് ഭക്തി, ഭയം, ദൈവികത, നമ്മുടെ വന്യമായിട്ടുള്ള കുറേ സങ്കല്പങ്ങൾ, ആദിമ സങ്കല്പങ്ങൾ, ഇതെല്ലാം ഒരൊറ്റ സൗണ്ടിൽ വരണമായിരുന്നു. നിങ്ങൾ ആ സൗണ്ട് കേട്ടാൽ അറിയാം, റോറ് കേട്ടാൽ അറിയാം. എനിക്കൊക്കെ അത് കേൾക്കുമ്പോൾ ഈ നട്ടലിൻ്റെ പിന്നിൽ നിന്നൊരു സംഭവം കൂടെ പുറത്തേക്ക് വരുന്നത് പോലെയാണ്. അപ്പോൾ എങ്ങനെയാണ് അവർ ആ ഐക്കോണിക് സൗണ്ട് ഡിസൈൻ ചെയ്തത്? ഇത് ഒരൊറ്റ സൗണ്ടല്ല, പല ലെയറുകളിലായിട്ട് പല സൗണ്ട് മിക്സ് ചെയ്തതാണ്. ഉദാഹരണത്തിന് വളരെ ലോ ഫ്രീക്വൻസിയിലുള്ള ഒരു മുരൾച്ച പോലത്തെ സൗണ്ടുകൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു ഒരു 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 നമ്മുടെ ഗട്ടിനെ ബേസിക്കലി ഇൻഫ്ലുവൻസ് ചെയ്യും, നമ്മുടെ വയറിൽ ഫീൽ ചെയ്യും ആ സൗണ്ടുകൾ. അതുപോലെ ഈ കാറ്റിൻ്റെയൊക്കെ ചില ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള സൗണ്ടുകൾ ഇവർ മിക്സ് ചെയ്തു. അതെന്തിനാണെന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ ഫീൽ നമുക്കത് കേൾക്കുമ്പോൾ കിട്ടും. പിന്നെ ചില ആനിമൽസിൻ്റെ, ഇപ്പം കാള, കടുവ, ഇതിൻ്റെയൊക്കെ മുരൾച്ച പല ഫ്രീക്വൻസിയിൽ ഇവരെടുത്ത് മിക്സ് ചെയ്തു. ഇതൊന്നും കൂടാതെ ഈ കാട്ടിലെ ചില സ്പെസിഫിക് സൗണ്ടുകളുണ്ട്. കാരണം കാന്താരയിൽ കാടൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലിമെൻ്റാണ്. ആ എലിമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ട് സൗണ്ട് ഡിസൈനേഴ്സ് അതിൻ്റെ റിവർബ്, എക്കോ, ഇതൊക്കെ ട്യൂൺ ചെയ്ത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ദൈവത്തിൻ്റെ ശബ്ദമായിട്ടുള്ള ഈ ഐക്കോണിക് പീസ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ക്ലൈമാക്സിൽ, കാന്താര ആദ്യത്തെ സിനിമയുടെ ക്ലൈമാക്സിൽ ഋഷഭ് ഷെട്ടി ഇതുപോലെ ഈ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ദേഹത്ത് പഞ്ചുരുളി കയറുമ്പോൾ ഇതേ ഓ എന്നുള്ള ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് ഋഷഭ് ഷെട്ടി തന്നെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, പുള്ളി തന്നെ ഡബ് ചെയ്തതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ കാന്താര ഭയങ്കര ഹിറ്റായപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ എല്ലാവരും തമാശയ്ക്ക് വേണ്ടിയിട്ട് ഈ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഋഷഭ് ഷെട്ടി തന്നെ ഈ പറയുന്ന പോലെ ഒരു ഒഫീഷ്യൽ നോട്ട് ഇറക്കി. അതായത് ചിലർക്കെങ്കിലും ഇത് വളരെ പവിത്രമായ ദൈവികമായിട്ടുള്ളൊരു ശബ്ദമാണ്, ദയവ് ചെയ്ത് അതിനെ ഇമിറ്റേറ്റ് ചെയ്യരുത് സോഷ്യൽ മീഡിയയിൽ എന്ന് പറയുണ്ടായി. അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റും ഈ ശബ്ദത്തിന് പിന്നിലുണ്ട്. ദൈവത്തിൽ ഒരു പക്ഷേ നിങ്ങൾ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. എന്തായാലും അടുത്ത തവണ ഈ കാന്താര റോർ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ദൈവത്തിൻ്റെ ഒരു ചെറിയ ഇടപെടലോടുകൂടി ഈ ഭൂമിയിലില്ലാത്ത ഒരു സൗണ്ടാണ് രാജകൃഷ്ണൻ സാർ നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ്സ് ദ സീക്രട്ട് ബിഹൈൻഡ് ദ ഐക്കോണിക് കാന്താര റോർ.